അനിയന് കസ്റ്റമൈസ്ഡ് ആയിട്ട് നെയിം സ്ലിപ്സ് ഒക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടുമില്ല, ഇതേപോലെ ചെയ്തിട്ടുമില്ല. ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് നെയിം സ്ലിപ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര മടിയായിട്ടോ. പിന്നെ നമുക്ക് DIY ആയിട്ട് ചെയ്യാം. ബുക്കൊക്കെ റാപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെയിം സ്ലിപ്പ് ഒട്ടിക്കാതെ പറ്റൂല കേട്ടോ. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻസ് ചെയ്യാന്ന് വിചാരിച്ചു. ഷോപ്പിലൊക്കെ കയറിയിട്ട് നെയിം സ്ലിപ്സ് തപ്പിയാൽ സിമ്പിൾ ആയിട്ടുള്ള ഒന്നും കിട്ടില്ല. എല്ലാത്തിലും ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ ഇത് തീരെ ഇഷ്ടമല്ല. അപ്പൊ ഏതായാലും എന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ്. കളർ പേപ്പേഴ്സ് ഒന്നും ഇല്ലാത്തവർക്കും ചെയ്ത് കൊടുക്കാം. ആ ഒരു ബോർഡറിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് കുറച്ച് ചെറീസ് ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ ഡോട്ട് കൊടുത്തിട്ട് പിന്നെ ആ ഒരു സ്റ്റെമ്മും കൂടി വരച്ചു കൊടുത്തു. അപ്പോൾ ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വര ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. പുതിയൊരു ഐലൈനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതാരും മൈൻഡ് ആക്കണ്ട, നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. നെക്സ്റ്റ് ഞാൻ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഹേർട്സ് മാത്രമേ വരച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു പൈനാപ്പിൾ. ഇതും വരച്ചു കൊടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ അതും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെയും കുറച്ച് ഡിസൈൻസ് ഒക്കെ ഞാൻ സെറ്റാക്കി. ഇനി ഓരോന്നിങ്ങനെ വെച്ച് നോക്കുകയാണ്. എന്നിട്ട് ഇഷ്ടമുള്ളത് ഇതേപോലെ സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.